പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട സുവർണമുദ്ര സമർപ്പണ സദസ്സ് ആരംഭിക്കുകയാണ്. പിന്നിലുള്ള ഈ വേദിയുടെ മുൻവശത്തേക്ക് കയറിയിരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ വിശിഷ്ടാതിഥികളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരണീയനായ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ അവർകൾ, പ്രിയപ്പെട്ട പെരുവനം കുട്ടേട്ടൻ, പ്രിയപ്പെട്ട കൊച്ചപ്പൻ തമ്പുരാൻ അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നു. ഈ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇന്ന് കൊച്ചപ്പൻ തമ്പുരാൻ സ്മാരക സുവർണമുദ്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ആദരണീയനായ ശ്രേഷ്ഠ ചെണ്ടകലാകാരൻ മാനേജർ വിജയനാണ്. കാര്യപരിപാടിയുടെ ആദ്യ ഇനം പ്രാർത്ഥനയ്ക്ക് ആദരണീയനായ മേളപ്രമാണി പെരുവനം സതീഷ് ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശാന്തം സുന്ദരമർഗബിംബസദൃശം ജാജ്വല്യമാനം മുഖം സന്താപാർത്തിഹരം മനോജ്ഞമധുരം നിൻചാരുമന്ദസ്മിതം നിത്യം നിസ്തുലഭക്തിയാർന്നു ഭഗവൽ പാദാരവിന്ദങ്ങളിൽ ചിത്തം ചേർക്കുവതിന്നു നീ കനിയുവാൻ കൃഷ്ണ നമിക്കുന്നു ഞാൻ. കൃഷ്ണ നമിക്കുന്നു ഞാൻ. കൃഷ്ണ നമിക്കുന്നു ഞാൻ. ഓം സത് ഗുരുഭ്യോ നമ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട രാധിക വർമ്മ അവർകൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ സാർ, പുരസ്കാര സമർപ്പണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട പെരുവനം കുട്ടേട്ടൻ, പ്രിയപ്പെട്ട കൊച്ചപ്പൻ തമ്പുരാൻ്റെ സഹധർമ്മിണി പ്രിയപ്പെട്ട ഉഷാവർമ്മ, അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള പ്രിയപ്പെട്ട വേടിച്ചേട്ടനും രഘുചേട്ടനടക്കമുള്ള അജിത്തേട്ടനടക്കമുള്ള പ്രിയ സജ്ജനങ്ങളെ, കലാകാരന്മാരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ട കൊച്ചപ്പൻ തമ്പുരാൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷം പൂർത്തീകരിക്കുകയാണ്. പെരുവനം കുട്ടേട്ടന് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നാദപൂർണ്ണത്രയീ പുരസ്കാരം ലഭിച്ചപ്പോൾ അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന കലാകാരന്മാർ കൂടിച്ചേർന്ന് ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുര മാളികയിൽ ആ പുരസ്കാരലബ്ധിയിൽ സന്തോഷിച്ച അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയ ഒരു ആദരവിൽ പങ്കെടുത്ത് സംസാരിച്ച് കസേരയിൽ വന്നിരുന്ന് എന്നോട്, പപ്പൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ താഴത്തേക്ക് പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കൈപിടിച്ച് കഥകളിക്കാർ എന്താ പറയുക വേഷം കെട്ടുന്ന അവരുടെ കോപ്പുപുരയിൽ അദ്ദേഹത്തെ കൊണ്ട് കിടത്തുകയും, ഞാൻ പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പേടിയുമില്ല, എനിക്കെൻ്റെ വേണുവിനെ ഒന്ന് കാണണം, അവനെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞത് ഇപ്പോഴും ഇന്നലെ എന്ന പോലെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട കൊച്ചപ്പൻ തമ്പുരാൻ വാദ്യകലാകാരന്മാരോട് എത്രയേറെ സ്നേഹമുള്ള, അവരെ സഹായിക്കാനുള്ള മനസ്സുള്ള ഒരു ശ്രേഷ്ഠനായ വ്യക്തിത്വമായിരുന്നു എന്നത് നമുക്കേവർക്കും ഒക്കെ അറിയാം. ഇപ്പോഴും ഈ പൂർണ്ണത്രയീശനും മേളവുമാണ് അദ്ദേഹത്തിൻ്റെ സർവസ്വം എന്ന് തോന്നാറുണ്ട്. അദ്ദേഹം പറയും, പൂർണ്ണത്രയീശൻ്റെ ഉത്സവത്തിന് പഞ്ചാരിമേളം പതികാലം കുഴമറിഞ്ഞാൽ അത് കേട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പൂർണ്ണത്രയീശൻ കേട്ടു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം കലാകാരന്മാരുടെ ഇടയിൽ
അവരുടെ പരിപാടിയിൽ പങ്കെടുത്തു, കലാകാരന്മാരുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തൻ്റെ ദേഹം, തൻ്റെ ആത്മാവ് പൂർണ്ണത്രയീശനിൽ ലയിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. നമ്മളെയൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകം ഇപ്പോഴും സൂചിപ്പിക്കും. പ്രിയപ്പെട്ട പെരുവനം കുട്ടേട്ടനും ഈ വാദ്യരംഗത്തെ ഏറ്റവും ശ്രേഷ്ഠനായ കലാകാരൻ ആയിട്ടുള്ള പ്രിയപ്പെട്ട പെരുവനം കുട്ടേട്ടനും വളരെ താഴേക്കടിയിൽ നിൽക്കുന്ന അന്തിക്കാട് പത്മനാഭനും അദ്ദേഹത്തിന് ഒരുപോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ആവോളം അനുഭവിച്ചറിയാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പ്രിയപ്പെട്ട കുട്ടേട്ടന് ആ നാദപൂർണ്ണത്രയി പുരസ്കാരം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തെ ആദരിക്കുന്ന ആ ചടങ്ങിൽ അദ്ദേഹത്തിന് കൊടുക്കാനൊരു മംഗളപത്രം, ഒരു ആശംസാപത്രം എഴുതിയത് നിർഭാഗ്യവശാൽ അത് ഞാനാണ് എഴുതിയത്. അപ്പോൾ ആ ആശംസാപത്രം അദ്ദേഹത്തിൻ്റെ കയ്യിലെ കറക്ഷന് വേണ്ടി ഞാൻ കൊടുത്തു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം, അതൊന്ന് തിരുത്തി തരണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് അദ്ദേഹത്തിനോട് വലിയ ഒരു താല്പര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നെഗറ്റീവായിട്ടൊന്നും പറയില്ല. നമ്മളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരങ്ങളും. ഒരാളെക്കുറിച്ച് മോശമായി ഇന്ന് വരെ ഞാൻ അദ്ദേഹം ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹത്തിനുമായിട്ട് വളരെ കാലത്തെ സൗഹൃദമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട കുട്ടേട്ടനോടൊപ്പം തൃപ്പൂണിത്തുറയിൽ 1996 വന്ന മുതൽക്ക് തന്നെ അദ്ദേഹവുമായി വലിയ അടുപ്പം കാത്തുസൂക്ഷിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ട കുട്ടേട്ടനോടൊപ്പം നിന്ന് സമൂഹത്തിലെ ശ്രേഷ്ഠരായ ആളുകളുമായി ബന്ധം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കുട്ടേട്ടൻ എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി അത്തരം വലിയ വലിയ ആളുകളുമായി ഇടപഴകാനും സംസാരിക്കാനുമൊക്കെ ബന്ധം സ്ഥാപിക്കാനുമൊക്കെ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ട കൊച്ചപ്പത്തമ്പുരാനോട് ഈ പ്രശസ്തി പത്രം ഒന്ന് നേരെയാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ കൂടെയുള്ള ശ്രേഷ്ഠനായ കലാകാരൻ സമർപ്പിക്കുന്ന ഈ പ്രശസ്തി പത്രം നിങ്ങളുടെ മനസ്സാണത്. ആ മനസ്സ് ഈ പ്രശസ്തി പത്രത്തിലുണ്ട്, ഒന്നും വെട്ടിത്തിരുത്തേണ്ടതില്ല. ആദ്യമായിട്ടാണ് ഒരു കാര്യം എഴുതിയതിൽ എനിക്കൊരു എന്താ പറയുക, ഒരു പ്രശംസ ലഭിക്കുന്നത്, അല്ലെങ്കിൽ നല്ലത് എന്ന് പറയുന്നത്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ പ്രിയപ്പെട്ട കൊച്ചപ്പത്തമ്പുരാനെ അനുസ്മരിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട രാധിക ചേച്ചി ഇവിടെയുണ്ട്. അധ്യക്ഷ ഭാഷണവും അനുസ്മരണ പ്രഭാഷണവും അവരാണ് നടത്തുക. എങ്കിലും കൊച്ചപ്പത്തമ്പുരാൻ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ താല്പര്യവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരു വലിയ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഈ അനുസ്മരണ ചടങ്ങിൽ നമ്മൾ പറഞ്ഞു പോകുന്ന മറ്റ് ചില പേരുകൾ കൂടിയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പ്രിയപ്പെട്ട രാജീവ് വർമ്മ നമ്മയൊക്കെ വല്ലാതെ സ്നേഹിച്ചും നമ്മളെ സഹായിച്ചുമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട രാജീവേട്ടൻ. നമ്മളോടൊപ്പം മേളം കൊട്ടുന്നതിന് ആറാട്ട് ദിവസം കാഴ്ചശിവയിലേക്ക് പ്രിയപ്പെട്ട കുട്ടേട്ടനോടൊപ്പം മേളത്തിൽ പങ്കെടുക്കുന്ന രാജീവേട്ടൻ നമ്മുടെ മനസ്സിലുണ്ട്. അദ്ദേഹവും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ താമരക്കുളങ്ങരയിലെ പ്രിയപ്പെട്ട വിനയേട്ടൻ, ഇവരൊക്കെ ഈ ഉത്സവകാലത്തിനിടയിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ആളുകളാണ്. പ്രിയപ്പെട്ട വിനയേട്ടൻ ഇന്നലെയാണ്, അദ്ദേഹത്തിൻ്റെ മരിച്ച നാൾ ഇന്നലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന നമ്മളോടൊക്കെ വലിയ സ്നേഹമുള്ള ആളുകളായിരുന്നു ഇവരൊക്കെ മേള കലാകാരന്മാരെയും മേളകലയെയും അതിലേറ്റ് സ്നേഹിക്കുകയും അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. അവരെ അനുസ്മരിക്കുക എന്ന ഒരു ശ്രേഷ്ഠമായ ദൗത്യം, കടമ കൂടി നമ്മൾ ഈ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ എന്ന നിലയിൽ നമുക്കുണ്ട് എന്ന ഒരു എന്താ പറയുക ശ്രേഷ്ഠമായ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 19 വർഷമായി പ്രിയപ്പെട്ട കൊച്ചപ്പത്തമ്പുരാൻ എന്ന ശ്രേഷ്ഠനായ കലാകാരൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള കൊച്ചപ്പത്തമ്പുരാൻ സ്മാരക സുവർണമുദ്ര പുരസ്കാരം ഈ വർഷവും നൽകുകയാണ്. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഒരു പുരസ്കാരം പ്രിയപ്പെട്ട വിജയന് നൽകേണ്ടതാണ്. അവരുടെ രാജകുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം അന്തരിച്ചതിന് ശേഷം ഈ ദിവസമായിരുന്നു അവരുടെ ചടങ്ങുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം നമ്മൾ പ്രഖ്യാപിച്ച ആ ചടങ്ങ് നമ്മൾ ഈ വർഷം നടത്തുകയാണ്. നേരത്തെ പെരുവനം കുട്ടേട്ടൻ സൂചിപ്പിക്കേണ്ടായി, പ്രിയപ്പെട്ട സാറിന് നേരത്തെ പോകണം എന്ന് തൃക്കേട്ടയുടെ തിരക്കുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പപ്പൻ്റെ പ്രസംഗം കുറയ്ക്കണമെന്ന് പ്രിയപ്പെട്ട കുട്ടേട്ടൻ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇതൊരു ഹൃദാതുരത്വം ഉള്ള ഒരു ചടങ്ങാണ്. വാദ്യകലാകാരന്മാരും കലയെ സ്നേഹിക്കുന്ന തൃപ്പൂണിത്തുറയിലെ രാജകുടുംബത്തിൽപ്പെട്ട ആളുകളും മേള ആസ്വാദകരുമായിട്ടുള്ള അനവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങെന്ന നിലയിൽ വളരെ സന്തോഷപൂർവ്വമായിട്ടാണ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് പ്രിയപ്പെട്ട രാധിക വർമ്മ അവറുകളാണ്. രാധിക ചേച്ചിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. മുൻകാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഈ പരിപാടികളിൽ നമ്മളോടൊപ്പമുള്ള ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട രാധിക ചേച്ചി. പ്രിയപ്പെട്ട ഉഷ ചേച്ചിയുടെ അനുജത്തി കൂടിയാണ്. അവരിന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇലക്ഷന് മത്സരിക്കുന്ന ഒരാൾ കൂടിയാണ്.
പക്ഷേ ഇന്ന് ഈ ചടങ്ങുള്ളത് കൊണ്ട് അത്തരം പരിപാടികളൊക്കെ മാറ്റിവെച്ച് നമ്മളോട് ഒരു വാദ്യകലാകാരന്മാർ ഇഷ്ടമുള്ളത് കൊണ്ട് അദ്ദേഹം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. പ്രിയപ്പെട്ട രാധിക ചേച്ചിയെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള പ്രിയപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ അവറുകളാണ്. ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉത്സവത്തിന് പങ്കെടുത്താൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 96 മുതൽ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ ആ ചില ചടങ്ങുകളിൽ മാത്രം പങ്കെടുത്ത് കൊടിയേറ്റം, അതുപോലെ തന്നെ ഒരു കലാകാരനെ ആദരിക്കുന്ന ചടങ്ങ്, അത്തരം ചെറിയ കാര്യങ്ങളിൽ വലിയ കാര്യങ്ങളിൽ പങ്കെടുത്ത് അവർ പോവുകയാണ് പതിവ്. പക്ഷേ ഉത്സവത്തിൻ്റെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ, കൊടിയേറ്റത്തിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ പ്രിയപ്പെട്ട അജയൻ സാറ് എല്ലാ ചടങ്ങുകളിലും കൃത്യമായ നേതൃത്വം കൊടുത്ത് ഈ ഉത്സവത്തിൻ്റെ മുഖ്യ സംഘാടകനായി ഇവിടെ നിൽക്കുകയാണ്. വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. മേളത്തിൻ്റെ ഇടയിൽ അദ്ദേഹം നമ്മെ എല്ലാ കലാകാരന്മാരെയും നോക്കി ചിരിക്കുന്നു, എന്താ പറയുക, വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചെമ്പടയുടെ ഭാഗത്ത് നടപ്പരയിൽ വന്ന് നിൽക്കുന്നു. പഞ്ചാരി മേളത്തിൻ്റെ ഇടയിൽ അദ്ദേഹം വന്ന് നിൽക്കുന്നു. ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ദേവസ്വം ബോർഡ് മെമ്പർ ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട്. പ്രിയപ്പെട്ട രാഹുൽ എൻ്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിനോട് ഇന്നലെ വൈകിട്ടാണ് ഞാൻ വിളിച്ച അജയൻ സാറിന് കിട്ടുമെങ്കിൽ സന്തോഷം, അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചാൽ സന്തോഷം. അപ്പോൾ ഞാൻ പ്രിയപ്പെട്ട വേണിച്ചേട്ടൻ്റെ സമ്മതം കൂടി മേടിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലെത്താമെന്ന് പറയുകയും വളരെ നേരത്തെ തന്നെ അദ്ദേഹം എത്തുകയും ചെയ്തു. അദ്ദേഹം പുറത്തുനിന്ന് ആളുകളുമായി വർത്തമാനം പറഞ്ഞുകൂടി, കാര്യം ഇവിടെ ചടങ്ങ് നടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് കയറേണ്ടതില്ല, അത് കഴിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം യാതൊരു ബുദ്ധിമുട്ടുകളും രേഖപ്പെടുത്താതെ വളരെ സന്തോഷകരമായി വാദ്യകലാകാരന്മാരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ സന്തോഷം അദ്ദേഹം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് KP അജയൻ അവറുകളെ നിറഞ്ഞ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പെരുവനം കുട്ടേട്ടനെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. നേരത്തെ ഞാൻ സന്തോഷകരമായ എന്ന് പറഞ്ഞതുകൂടെ വളരെ സങ്കടകരമായ ഒരു വസ്തുത കൂടിയാണ് പ്രിയപ്പെട്ട കുട്ടേട്ടൻ ഇന്ന് ഇവിടെ ഇരിക്കണ കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1977 മുതൽ ഈ ഉത്സവത്തിൽ പങ്കെടുത്ത് അതിൽ ഏകദേശം 50ഓളം വർഷം ഈ ഉത്സവത്തിൻ്റെ പ്രധാന ചുമതലക്കാരനായി 25ഓളം വർഷം പ്രമാണിയായി പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ, ഓരോ മലയാളികളുടെയും സ്വകാര്യ അഹങ്കാരം എന്ന് വളരെ അഭിമാനപൂർവ്വം പറയുന്ന ഒരാളാണ് ഞാനത്. ആ പ്രിയപ്പെട്ട കുട്ടേട്ടൻ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ മരിച്ചത് മൂലമുള്ള പുലവാലായ്മ മൂലം അദ്ദേഹത്തിന് ഇന്നത്തെ ഇവിടുത്തെ മേളത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കും പ്രിയപ്പെട്ട വേണിച്ചേട്ടനുമൊക്കെ ഒരു പ്രയാസമുണ്ടായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. പ്രിയപ്പെട്ട മായന്നൂർ വിജയൻ നൽകുന്ന ഈ പുരസ്കാരത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം വരുമോ എന്ന ഒരു സംശയമുണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു, കുട്ടേട്ട ഞാൻ എന്തായാലും വരും പപ്പ, എനിക്ക് ക്ഷേത്രത്തിൽ വരാൻ പറ്റിയിട്ടില്ലെങ്കിലും തൃപ്പൂണിത്തുറയിൽ ഞാൻ വരണം. ഞാൻ എൻ്റെ ജീവിതത്തിലെ സിംഹഭാഗവും തൃപ്പൂണിത്തുറയിൽ ചിലവഴിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ആ പ്രയോഗം പറയുമ്പോൾ പ്രിയപ്പെട്ട കൊച്ചി രാജകുടുംബത്തിലെ രവിയച്ചൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ വീരശൃംഖലാ സമർപ്പണ ചടങ്ങിൽ 2001 നടന്ന പെരുവനത്ത് വെച്ച് നടന്ന വീരശൃംഖലാ സമർപ്പണ ചടങ്ങിൽ പ്രിയപ്പെട്ട രവിയച്ചൻ പറഞ്ഞ 2 വാചകമാണ് എൻ്റെ മനസ്സിൽ വരിക. നിങ്ങൾ പെരുവനം കുട്ടൻ എന്ന് പറയുകയും ഞങ്ങൾ തൃപ്പൂണിത്തുറ കുട്ടൻ എന്ന് പറയുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കുട്ടൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ പ്രസംഗം തുടങ്ങുന്നത്. ഞങ്ങളൊക്കെ പെരുവനത്തിൻ്റെയാണ്, തൃശ്ശൂരിൻ്റെയാണെന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറക്കാർ വളരെ അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും കുട്ടേട്ടൻ തൃപ്പൂണിത്തുറയുടേതാണെന്ന് പറയും. ആ തൃപ്പൂണിത്തുറയുടെ കൂടി സ്വകാര്യ അഹങ്കാരമായ പ്രിയപ്പെട്ട പെരുവനം കുട്ടേട്ടനെ എൻ്റെ ഗുരുതുല്യനായ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനും ഇങ്ങനെയൊക്കെ പറയാനുമൊക്കെ എന്നെ പ്രാപ്തനാക്കിയത് പ്രിയപ്പെട്ട കുട്ടേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹമാണ് പ്രിയപ്പെട്ട വിജയനുള്ള പുരസ്കാര സമർപ്പണം നടത്തുന്നത്. ഞാനത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട കുട്ടേട്ടൻ പറഞ്ഞത് ഞാനും ബഹുമാനപ്പെട്ട മെമ്പറും കൂടി ഒരുമിച്ചാണ് ആ പുരസ്കാരം കൊടുക്കുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട കുട്ടേട്ടനെ ഒന്നുകൂടി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പെരുവനം സതീശേട്ടൻ, ഇന്നത്തെ തൃക്കേട്ട പുറപ്പാടിൻ്റെ കൂടി മേളപ്രമാണിയായിട്ടുള്ള പ്രിയപ്പെട്ട സതീശേട്ടനെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചപ്പൻ തമ്പുരാൻ അവരുടെ സഹധർമ്മിണി ശ്രീമതി ഉഷാവർമ്മ, സാമൂഹിക സാംസ്കാരിക ആത്മീയ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായ ശ്രേഷ്ഠ വ്യക്തിത്വം കൂടിയാണ് പ്രിയപ്പെട്ട ഉഷാവർമ്മ. ഞാൻ പ്രിയപ്പെട്ട ഉഷ ചേച്ചിയെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് കൊച്ചപ്പൻ തമ്പുരാൻ സ്മാരക സുവർണ്ണമുദ്ര ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട മായന്നൂർ വിജയൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അനവധി കാലങ്ങളായി മായന്നൂർ രാമകൃഷ്ണൻ നായർ എന്ന ശ്രേഷ്ഠനായ കലാകാരനോടൊപ്പം, തൻ്റെ ഗുരുനാഥനോടൊപ്പം തൃപ്പൂണിത്തുറയിൽ എത്രയോ വർഷങ്ങളായി
ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ശ്രേഷ്ഠനായ കലാകാരനാണ് പ്രിയപ്പെട്ട മായന്നൂർ വിജയൻ. വിജയനെക്കുറിച്ച് പ്രിയപ്പെട്ട പെരുവനം കുട്ടേട്ടൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ഇന്ന് കേരളത്തിലെ മുഴുവൻ പ്രമാണിമാർ, പ്രത്യേകിച്ച് പെരുവനം കുട്ടേട്ടൻ, അതുപോലെ തന്നെ സതീഷ് ചേട്ടൻ, പ്രിയപ്പെട്ട രഘുചേട്ടൻ, ചെറുശ്ശേരി കുട്ടേട്ടൻ, പ്രകാശ് ചേട്ടൻ അടക്കമുള്ള എല്ലാ പ്രമാണിമാർക്കും സ്വീകാര്യനായ ഒരു ശ്രേഷ്ഠനായ കലാകാരനാണ് പ്രിയപ്പെട്ട വിജയൻ. ഇടംതലയിലായാലും വലംതലയിലായാലും തായമ്പകയിലായാലും ഏത് രംഗത്തായാലും താൻ കൈവച്ച മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രേഷ്ഠനായ വിനയാന്വിതനായ കലാകാരൻ. യാതൊരുവിധ ഇടപെടലുകളുമില്ലാതെ തൻ്റെ പ്രവൃത്തി ചെയ്യുക, നൽകുന്ന ദക്ഷിണ കൊണ്ട് തൻ്റെ കുടുംബം പുലർത്തുക, കലയ്ക്ക് വേണ്ടി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠനായ ഒരു കലാകാരൻ കൂടിയായ പ്രിയപ്പെട്ട മായന്നൂർ വിജയനെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട കലാകാരന്മാർ, പ്രിയപ്പെട്ട കൊച്ചപ്പന്തപുരാൻ അവരുടെ കുടുംബാംഗങ്ങൾ, ബന്ധുജനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരും ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. പ്രിയപ്പെട്ട മോഹനേട്ടനടക്കമുള്ള, ശിവേട്ടനടക്കമുള്ള, പ്രിയപ്പെട്ട രമേശൻ തമ്പുരാൻ എന്ന വെങ്കിടി രമേശേട്ടൻ എൻ്റെ മുന്നിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്കാണ് ഞാൻ വരണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട രമേശേട്ടൻ അടക്കമുള്ള ആളുകൾ, പ്രശാന്തേട്ടൻ, പ്രകാശേട്ടൻ അടക്കമുള്ള പ്രസന്ന ചേച്ചി ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, അനിജേട്ടൻ പറഞ്ഞിരുന്നു, അദ്ദേഹം വരാമെന്ന് ഏറ്റിരുന്നതാണ്, പക്ഷേ എത്തിയിട്ടില്ല. പ്രിയപ്പെട്ട RTR സാറ്, കൊച്ച സാറ് എല്ലാം അടക്കമുള്ള എല്ലാ ആളുകളെയും നിറഞ്ഞ മനസ്സോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട്, ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട ക്ഷേത്ര മീഡിയയുടെ പ്രവർത്തകർ, പ്രിയപ്പെട്ട സതീഷ് ചേട്ടൻ, അതിൻ്റെ MD ആയിട്ടുള്ള പ്രിയപ്പെട്ട സതീഷ് ചേട്ടൻ, മാണിക്കേട്ടൻ അടക്കമുള്ള എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് പ്രിയപ്പെട്ട രാധിക ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓം സത് ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് KP അജയ്, ദേവസ്വം മെമ്പർ, പുരസ്കാരം സമർപ്പിക്കുന്ന പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ ഇരിക്കുന്ന കലാ ആസ്വാദകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ കൊച്ചേട്ടനെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങളെല്ലാവരും കൊച്ചേട്ടൻ എന്ന് തന്നെയാണ് പറയണത്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് തീരുമാനങ്ങൾ എടുക്കാനും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ നയിച്ചു കൊണ്ടുപോയ ഒരു വ്യക്തി എന്ന് തന്നെയാണ് പറയേണ്ടത്. നമ്മളൊരു അനുസ്മരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരാളെ നമ്മൾ ഓർമ്മിച്ചെടുക്കുക. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അദ്ദേഹത്തിനെ അനുകരിക്കുക എന്നുള്ളത്. നല്ല ഗുണങ്ങളെ നമ്മൾ അനുകരിക്കുക എന്നുള്ളതും കൂടി, അദ്ദേഹത്തിൻ്റെ നല്ല ഗുണങ്ങളെ. തീർച്ചയായിട്ടും എവിടെയാണ് അദ്ദേഹത്തിനൊരു പോരായ്ക എന്ന് എനിക്കറിയില്ല. അതുപോലത്തെ ഒരു വ്യക്തിയാണ് കൊച്ചേട്ടൻ. അത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന, ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന ദിവസം, കൊച്ചേട്ടൻ മരിച്ച ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊച്ചേട്ടൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ്, ഊട്ടുവരയിൽ ശബ്ദം കേട്ട്, പ്രസംഗത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ എത്തിയത്. വീട്ടിലെത്തിയപ്പോഴത്തേക്കുള്ള വിവരം കേട്ടത് നേരെ മറിച്ച് കൊച്ചേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ അത്രയൊരു വല്ലാത്തൊരു വിഷമം, എനിക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. അതുപോലെ ഒരു സംഭവമാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വർഷവും എനിക്ക് ഒരു വേദി കിട്ടാറുണ്ട്. എങ്കിലും എനിക്ക് മുഖ്യ പ്രഭാഷണം പറയണമെന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് കൊച്ചേട്ടനെ പറ്റി പറയുക എന്ന് പറയുമ്പോൾ എന്ത് പറയണമെന്നറിയില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും ഒരു മനുഷ്യസ്നേഹി എന്ന് തന്നെ പറയണം. ഏത് കാര്യങ്ങളും കൊച്ചേട്ടൻ്റെ സാമ്പത്തികം എങ്ങനെയാണെന്ന് കൊച്ചേട്ടൻ നോക്കുന്നില്ല. പക്ഷേ ഒരാളൊരു സഹായം ചോദിച്ചാൽ അത് ചെയ്തിരിക്കും. അതാ ഒരു മനസ്സാണ് അദ്ദേഹത്തിൻ്റെ. മനസ്സ് ഏത് സമയത്തും ആർക്ക് വേണ്ടിയും പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ്, ആ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു കൊച്ചേട്ടൻ. അതേപോലെ തന്നെയാണ് ഏത് കാര്യത്തിൽ, നമ്മുടെ വീട്ടിലാണെങ്കിലും അതെ, ഒരു കാര്യത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കൊച്ചേട്ടനെയാണ് ഏൽപ്പിക്കുക. കൊച്ചപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തിരിഞ്ഞു നോക്കണ്ട അങ്ങോട്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒന്നും അവിടെ മറക്കില്ല. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് നയിച്ച് കൂടെയുള്ളവരെ കൂട്ടിക്കൊണ്ടുപോവുക. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൊച്ചേട്ടനിൽ നിന്ന് പഠിച്ചെടുത്തു. ശരിക്കും അതെങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും അതെ, ഏത് കാര്യങ്ങളിലാണെങ്കിൽ കൊച്ചേട്ടനിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിലയ്ക്ക് നിന്ന് നമ്മളെ കൂടെ കൊണ്ടുപോകാനും, അത് കൊച്ചേട്ടനെ കണ്ട് നമുക്ക് മനസ്സിലാക്കി എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്രാപ്തരാക്കി തീർക്കാൻ പോലും കൊച്ചേട്ടന് സാധിക്കും. അതാണ് ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ്. എന്നാൽ പറയുകയാണെങ്കിൽ വലിയ കൊട്ടിഘോഷിച്ച് വലിയ കോലാഹലമായിട്ടൊന്നുമല്ല നടക്കണത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഗുണം ഒരാളെ കൂടെ കൊണ്ട് നടന്ന് ട്രെയിൻ ചെയ്ത് ആ ഒരു നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളത്
പിന്നെ പറയുകയാണെങ്കിൽ കലാകാരന്മാരുടെ കാര്യം പറയാനില്ല. കൊച്ചേട്ടൻ്റെ ജീവിതം മുഴുവൻ അതുതന്നെയാണ്. എല്ലാപ്പോഴും പൂർണ്ണത്രേസ്യൻ, ഉത്സവം, അമ്പലം, ഇങ്ങനെ ഈ ഒരു ചിന്ത മാത്രം. ഇപ്പം എല്ലാ കൊല്ലവും കൊച്ചേട്ടനാണ് ഇവിടെ അമ്പലത്തിൽ ചുറ്റുവിളക്കിനുള്ള തിരി ഉണ്ടാക്കൽ. ആ തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും ഉത്സവം കഴിഞ്ഞാൽ വയ്ക്കും, എന്തായി രാധികയെ മുണ്ട് എത്രയുണ്ട്, പഴയ മുണ്ടെടുത്തോളൂ. ചിലപ്പോൾ വേണമെച്ചിട്ട് വലിച്ചു കീറുകയും ചെയ്യും. ഇത് പഴയതായില്ലേ എന്ന് പറഞ്ഞിട്ട് അതുപോലെ പിന്നെ ഇരുന്ന് തിരി ഉണ്ടാക്കലാണ്. തന്നെത്താനെ തിരി ഉണ്ടാക്കി ഞങ്ങളെക്കൊണ്ടും കുറേയൊക്കെ തിരി ഉണ്ടാക്കിക്കും. അങ്ങനെ ആ തിരി ഉണ്ടാക്കി അത് മുഴുവൻ കത്തിക്കാനുള്ളത് പൂർണ്ണത്രേസ്യന് നടക്കി വയ്ക്കുക. അതൊരു വളരെ എന്താ പറയുക, സന്തോഷത്തോടു കൂടി വളരെ ആത്മാർത്ഥമായി ചെയ്തിരുന്ന ഒരു ജോലിയാണ് കൊച്ചേട്ടൻ്റെ. വെറുതെ ഇരിക്കുന്ന സമയം മുഴുവൻ തിരി തീർത്തുകൊണ്ടാണ് ഇരിക്കേണ്ടത്. അതേപോലെ പിന്നെ കലാകാരന്മാരുടെ കാര്യത്തിൽ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പൂഞ്ഞാറ്റിലൊക്കെ ജനിച്ച് വളർന്നപ്പോൾ ഇത്ര വലിയൊരു കലാകാരന്മാരെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നമുക്കൊക്കെ സാധാരണ ഒരു ചെറിയ രീതിക്കുള്ള ഉത്സവം ഒക്കെ തന്നെയാണ്. പക്ഷേ തൃപ്പൂണിത്തുറയിലാണ് അതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉത്സവം നടക്കുന്നത്. കൊച്ചേട്ടനിൽ കൂടെയാണ് ഈ കുട്ടന്മാരെല്ലാം സ്ഥിരമായിട്ട് അവിടെ വരാനും പരിചയപ്പെടാനും അങ്ങനെ എല്ലാത്തിനും സാധിച്ചു. മേള ആസ്വദിക്കാൻ പഠിപ്പിച്ചത് തന്നെ കൊച്ചേട്ടനാണെന്ന് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ്, എന്നാലും അവരെയൊക്കെ എടുത്തിട്ടാണ് തട്ടുമേലേക്ക് വരണത്. അപ്പോൾ നിർബന്ധമായിട്ട് കൊച്ചേട്ടൻ ഞങ്ങളെല്ലാവരും വന്നോളണമെന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങളെല്ലാവരും കണ്ട് അങ്ങനെ ഞങ്ങൾ ശീലിച്ച് അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏത് കാര്യത്തിലും കലാകാരന്മാരുടെ കാര്യത്തിലാണെങ്കിലും അതെ, എല്ലാ കാര്യങ്ങളിലും ഓരോരുത്തരുടെ ആനക്കാർ എല്ലാ കാര്യങ്ങളിലും കൊച്ചേട്ടൻ്റെ കൈയെത്താത്ത കണ്ണെത്താത്ത സ്ഥലമില്ല എന്ന് തന്നെ പറയണം. എവിടെ ആയാലും വേണ്ടില്ല, ഇപ്പോൾ തൃപ്പൂണിത്തുറ മാത്രമല്ല, എവിടെയാണെങ്കിലും ആവശ്യമുള്ള ആർക്കും എന്തും ചെയ്യാനുള്ള ഒരു മനസ്സ്, അതെനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നു. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മനസ്സും പ്രവർത്തിക്കാനുള്ള കഴിവും കൂടെ കൊണ്ട് നടക്കാനുള്ള ഒരു കഴിവും, അതുകൊണ്ട് കൂടെയുള്ളവരെ ഒരുപോലെ കൊണ്ടു നടക്കാനുള്ള ഒരു കഴിവും, ഇതെല്ലാം തികഞ്ഞു നിന്ന ഒരു വ്യക്തി എന്നാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് കൊച്ചേട്ടനെ പറയാനുള്ളത്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ നിൽക്കാറുണ്ട്. എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയില്ല, വാസ്തവത്തിൽ കൂടുതലായിട്ട് സമയം എടുക്കുന്നില്ല, എങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൊച്ചേട്ടനെ പറ്റി അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതേപോലെ ഈ കൊച്ചേട്ടനെ ആത്മാവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഇന്നിവിടെ കൊച്ചേട്ടൻ്റെ പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് വന്നിരിക്കുന്ന മായന്നൂർ വിജയന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ധാരാളമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കലാപരമായി ഉയർച്ച സംഭവിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദരണീയനായ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് KP അജയൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീമതി രാധിക വർമ്മ, യോഗത്തിൽ പുരസ്കാര സമർപ്പണം നടത്തുന്ന പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, വേദിയിലുള്ള ശ്രീമതി ഉഷ വർമ്മ, ശ്രീ പെരുവനം സതീശൻ മാരാർ, ഈ പരിപാടിയുടെ സംഘാടകനും സ്വാഗതം ആശംസിക്കുകയും ചെയ്ത ശ്രീ അന്തിക്കാട് പത്മനാഭൻ, പുരസ്കാര ജേതാവായ ശ്രീ വിജയൻ, ഏറ്റവും പ്രിയപ്പെട്ട മേള കലാകാരന്മാരെ, രാജകുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഭക്തജനങ്ങളെ, ജീവിതത്തിൽ പലപ്പോഴും പലർക്കും ലഭിക്കുന്ന ചില സൗഭാഗ്യങ്ങൾ മുജ്ജന്മ സുഹൃതം കൊണ്ട് ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു സൗഭാഗ്യമാണ് ഇതുപോലത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. ഏറ്റവും അവിസ്മരണീയമായി എൻ്റെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന ഒരു നിമിഷമായി ഈ ചടങ്ങിനെ ഞാൻ എന്നും കാണും. കാരണം കേരളത്തിൻ്റെ സാംസ്കാരിക പെരുമയെ ലോകമെമ്പാടും എത്തിക്കത്തക്ക രീതിയിലുള്ള കലാപരമായ മേന്മകൾ കൊണ്ട് പ്രൗഢഗംഭീരമായ കലാ ആസ്വാദകരെ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ ബഹുമതികളിലൊന്നായ പത്മശ്രീ ലഭിച്ച ശ്രീ പെരുവനം കുട്ടന്മാരാർ അദ്ദേഹത്തോടൊപ്പം, അതുപോലെ തന്നെ ഇവിടെ
ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് കൊച്ചപ്പൻ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയുടെ ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. പൂർണ്ണത്രയീശ ഭഗവാന്റെ സമർപ്പിതമായ ഭക്തിയോടുകൂടി ജീവിച്ച ഒരു വ്യക്തി. ഭക്തി മാത്രമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്, ജീവിതത്തിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു അദ്ദേഹം. ഭഗവാനോടുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായി തിരുവുത്സവം നടക്കുന്ന നാളിലേക്ക് ആവശ്യമായ തിരികൾ കത്തിക്കുന്നതിന് സ്വന്തം അധ്വാനം കൊണ്ട് സമ്പാദിച്ചെടുത്ത തിരികൾ മുണ്ടുകളിൽ നിന്ന് തിരികളാക്കി തീർത്ത് അടുത്തൊരു ഉത്സവം വരെ ഈ മഹാക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെളിച്ചം പകരുന്ന ഏറ്റവും കമനീയമായ രീതിയിൽ ക്ഷേത്രാന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന രീതിയിൽ വിളക്കുകൾ കൊളുത്തുന്നതിനാവശ്യമായ തിരികൾ തെറുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ദൗത്യം തന്നെയായിരുന്നു. സമർപ്പിതമായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് 19 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ഒരു പുരസ്കാര സമർപ്പണ വേദിയിൽ വച്ച് തന്നെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സജീവമായ സാന്നിധ്യം ഇവിടെ ഇപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ട്. നിസ്സംശയം പറയാൻ കഴിയും, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പൊരുൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ആദ്യം സത്യം പരം ധീമഹി എന്നാണ് പറയുന്നത്. സത്യത്തിനെ തേടിയുള്ള യാത്രയാണ് ഭാഗവതം മുഴുവൻ. ഭഗവാന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതയാത്രയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉദ്ധവരാണ് ഭഗവാൻ മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നത്, കലികാലമാണ് വരാൻ പോകുന്നത് ഭഗവാനെ, ഇനിയുള്ള നാളുകളിൽ ഞങ്ങൾക്ക് സംരക്ഷണത്തിനായി, ഉപദേശത്തിനായി, സാന്ത്വനത്തിനായി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഭഗവാന്റെ ചൈതന്യം ഉണ്ടാകാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്കിനി ആരായിരിക്കും തുണയായി വരിക എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭാഗവതം, ഈ ഭാഗവതത്തിലേക്ക് എൻ്റെ ആത്മാംശങ്ങൾ മുഴുവൻ ഞാൻ പ്രവേശിപ്പിക്കുകയാണ്. നിരന്തരമായ ഭാഗവത പാരായണം, അത് പാരായണം ചെയ്യുന്നതും അത് ശ്രവിക്കുന്നതുമായിരിക്കും ഇനിയുള്ള കലിയുഗ കന്മഷങ്ങൾ നിർത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഉപദേശം എന്ന് പറഞ്ഞതുപോലെ ജീവിതകാലത്തെ മുഴുവൻ പ്രവർത്തികളും ചിന്തകളും ഒക്കെ മനുഷ്യ സമൂഹത്തിനു വേണ്ടി, അപരന്മാർക്ക് വേണ്ടി അളവറ്റ രീതിയിൽ പ്രയോഗിച്ച് ജീവിതം ഒരു മാതൃകയാക്കി മാറ്റിയ ഇത്തരത്തിലുള്ള ഉത്തമ പുരുഷന്മാരെ അനുസ്മരിക്കേണ്ടത് നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഒരു ഉത്സവം കഴിഞ്ഞാൽ അടുത്ത ഉത്സവം വരെ കലണ്ടറുകളിൽ നിതാന്ത ജാഗ്രതയോടെ പരതി നടക്കുകയും ഓരോ ഉത്സവത്തിൻ്റെയും പ്രശസ്തിയും അവിടെ നടക്കുന്ന മേളങ്ങളും മേളപ്പെരുമകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ആസ്വാദനത്തിൻ്റെ തന്നെ മികച്ച തലങ്ങളിൽ തന്നെ എത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഞാനൊക്കെ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരി എന്നുള്ള രീതിയിൽ അതിൻ്റെ സാരഥ്യം ഒരു ആത്മീയ മേഖലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പൊതുപ്രവർത്തകരായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടാണ് ഞാനും മറ്റ് ദേവസ്വം ബോർഡിലെ ആളുകളുമൊക്കെ ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡുകളുടെ ഭരണാധികാരികളായിട്ട് വരുന്നത്. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരിയായി അധികാരമേൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ തന്നെയും പിന്നീടുള്ള പ്രവർത്തനങ്ങളിലാണ് ആ സമർപ്പിതമായി ചെയ്യേണ്ട ആ ജോലിയുടെ ചുമതലകളെപ്പറ്റിയും ഉത്തരവാദിത്വത്തെപ്പറ്റിയും ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ടത്. നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ നടപ്പിൽ വരുത്താനല്ല, മറിച്ചോ ഇതൊരാത്മീയ മേഖലയാണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കുകയും ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചുമതലകളെപ്പറ്റി ബോധവാന്മാരുമായിരിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഭക്തജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാകുകയുള്ളൂ. ഓരോ ക്ഷേത്രങ്ങളിലും ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് അനുസൃതമായ രീതിയിൽ ക്ഷേത്രങ്ങളിൽ പൂജകൾക്ക് വ്യത്യാസമുണ്ട്, ഉത്സവങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ഇവയെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുകൂടി വേണം. അതുമാത്രമല്ല, ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും
തുല്യരാണെന്നുള്ള സമഭാവനയുടെ സന്ദേശം. ഇപ്പോൾ ശബരിമല സീസണാണല്ലോ. 18-ാം പടി കയറി എത്തിക്കഴിയുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് സത്യമായ പൊന്ന് 18-ാം പടിയുടെ മുകളിൽ തത്വമസി എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. ഭഗവാനും ഭക്തനും ഒന്നാണെന്നുള്ള തത്വമസിയുടെ വിശുദ്ധമായ സന്ദേശവും അവിടെയാണ് കാണുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ടുള്ള ദേവസ്വം ബോർഡുമൊക്കെ വളരെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാം നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാൻ കഴിയും. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും എന്നോടൊപ്പമുള്ള ഈ ബോർഡിൻ്റെ ഭരണാധികാരികൾ ഒരു കാലത്തും അസത്യങ്ങൾക്കും ക്രമക്കേടുകൾക്കും അനീതികൾക്കും ഒരു കാരണവശാലും കൂട്ടുനിൽക്കുന്നവരായിരിക്കില്ല. ഭക്തജന സമൂഹത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്ത രീതിയിൽ എന്താണോ ചുമതല, ആ ചുമതലയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കും. ഭഗവാന്റെ സ്വത്തുക്കൾ, ഭഗവതിയുടെ സ്വത്തുക്കൾ ഓരോ ഭക്തനും അവൻ്റെ മനസ്സറിഞ്ഞ് അവൻ്റെ സാമ്പത്തിക യഥാസ്ഥിതി അനുസരിച്ച് സമർപ്പിക്കുന്ന പണം ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ അതേറ്റെടുത്ത് അത് ഭഗവാന്റെ സ്വത്തായി മാറ്റിയെടുത്ത് അത് മുഴുവൻ സംരക്ഷിക്കുന്നതിൻ്റെ മൗലികമായ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനുണ്ട്. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രങ്ങളെ വിശുദ്ധിയുടെ സങ്കേതങ്ങളാക്കി മാറ്റാൻ കഴിയണം. ഭക്തിസാന്ദ്രമായ ഒരു ക്ഷേത്രാന്തരീക്ഷത്തെ ഒരുക്കി കൊടുക്കാൻ കഴിയണം. ഇന്നിപ്പോൾ വൃശ്ചികോത്സവത്തിൻ്റെ അടുത്തൊക്കെ നടക്കാൻ പോകുന്നത് അനിതര സാധാരണമായ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹമായിരിക്കും. അവിടെ വരുമ്പോൾ ഈ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, തിരക്കിൽ നിന്ന് അവർക്ക് ദർശനത്തിനും അവർ വരുന്നതിൻ്റെ അവരെന്ത് കാര്യത്തിനാണോ ക്ഷേത്രത്തിലേക്ക് വരുന്നത് വെച്ചാൽ പലരും ചിലപ്പോൾ ഉത്സവത്തിൻ്റെ ആഘോഷങ്ങൾ കാണാൻ ആസ്വദിക്കാനായിരിക്കും വരിക. ആ ആസ്വാദനത്തിൻ്റെ അനുഭൂതി അവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരുക്കണം. അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്നതുമൊക്കെ തീർച്ചയായും ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുള്ളവർക്കായിരിക്കണം. അസത്യങ്ങൾക്കും അനീതികൾക്കും ക്രമക്കേടുകൾക്കും ഹ്രസ്വായുസ്സേ ഉണ്ടാകുകയുള്ളൂ എന്ന് കാലം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഒരനീതിക്കും ഒരു കാലത്തും ദീർഘനാളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ കാണുന്ന അസത്യങ്ങളെ, അനീതികളെയെല്ലാം പിന്നീട് നിയമത്തിൻ്റെ വലിയ വലിയ വിശാലമായ നിയമത്തിൻ്റെ വഴിയിലൂടെ പോയി കഴിയുമ്പോൾ തെറ്റുകളെ തിരുത്തപ്പെടുത്തുവാനും ശിക്ഷാ നടപടികളിലേക്ക് കൊണ്ടുപോകാനുമുള്ള അവസ്ഥകളുമെല്ലാമുണ്ട്. ഞാൻ ആരെയും സമകാലിക സംഭവങ്ങളുമായി കൂട്ടിയിണക്കി വിമർശിക്കാനോ ഒന്നും ഈ അവസരം വിനിയോഗിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട നീതിന്യായ സംവിധാനങ്ങളുടെ നിതാന്ത ജാഗ്രതയോടുകൂടി നിഷ്പക്ഷമായ അന്വേഷണങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാക്കാൻ വീണ്ടും അചഞ്ചലമായ നിലപാടുകളോടുകൂടിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭരണസാരഥികൾ നിലകൊള്ളുന്നത് എന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും ഉള്ള പോരാട്ടമായിരിക്കും. ഭക്തജനങ്ങളുടെ പരമമായ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള അക്ഷീണമായ പ്രയത്നം ഇനിയുള്ള ചുമതലയേൽപ്പിച്ചിട്ടുള്ള ഈ കാലയളവിൽ തുടർന്നു കൊണ്ടുപോകുമെന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഒരു ഭക്തൻ്റെയും വികാരങ്ങളെ ഗുണപ്പെടുത്താൻ തയ്യാറാവുകയില്ല, അത് അനുവദിച്ചു കൊടുക്കുകയുമില്ല. ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ദേവാലയങ്ങളിലെ വ്യക്തികൾ, പൂജാരിമാരായാലും ശരി, ജീവനക്കാരായാലും ശരി, മറ്റു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവരായാലും ശരി, അവർക്കൊക്കെ ശക്തമായ താക്കീത് നൽകുകയും ഈ ആത്മീയ സംവിധാനത്തെ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ സജ്ജമായ ഒരു സംവിധാനമായി പവിത്രമായി ഇതിനെ സൂക്ഷിക്കുമെന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കൊച്ചപ്പൻ തമ്പുരാനെ പോലെയുള്ള ആരാധ്യരായ വ്യക്തികളെ ചരിത്രമെന്നും സ്മരിക്കും. ഇപ്പോൾ ഇവിടെ സംസാരിച്ചല്ലോ ശ്രീമതി രാധിക വർമ്മ, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് കൂടിയാണ് അന്തരിച്ച ശ്രീ കൊച്ചപ്പൻ നമ്പൂതിരിപ്പാട്, കൊച്ചപ്പൻ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കൊരു പാഠമാകണം. ജീവിതത്തെ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചത് നമുക്കും ആ വഴികൾ തേടിപ്പോകാം. സ്മരണകൾ
ഒരു ആലങ്കാരികമായ ചടങ്ങുകൾ മാത്രമായി മാറ്റരുത്. ഒരു വ്യക്തിയെ സ്മരിക്കുമ്പോൾ ആ വ്യക്തി അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന പന്ഥാവിലൂടെ നീങ്ങാനുള്ളൊരു പ്രചോദനം കൂടി നമുക്ക് ലഭിക്കണം. അതാണ് അദ്ദേഹം കാട്ടിത്തന്നത്. അദ്ദേഹം മേളത്തെ ഏറെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മേളരംഗത്ത് വളരെ പ്രാഗൽഭ്യം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെളിയിക്കുകയും വിസ്മയിപ്പിക്കുന്ന മേള പ്രമാണിത്വം കൊണ്ട് ഒരുപാട് ആരാധകരെ സമ്പാദിക്കുകയും ചെയ്ത ശ്രീ വിജയൻ, അദ്ദേഹമാണ് ഈ പുരസ്കാരം ഇന്ന് ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പുരസ്കാര സമർപ്പണ വേളയിൽ ഇനി തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ കുട്ടന്മാരെ പോലെയുള്ള അതിപ്രഗത്ഭന്മാരുടെ പിന്തുടർച്ചക്കാരായി വളർന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന കലാകാരനായി അദ്ദേഹം വളരട്ടെ എന്ന് പ്രത്യാശിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇതുപോലൊരു ചടങ്ങിൽ ശ്രീ പൂർണ്ണത്രയീശ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാനും നിങ്ങളെപ്പോലുള്ള ഒരു വലിയ സത്സംഗത്തോട് സംവദിക്കാനും കഴിഞ്ഞത് എന്നുള്ളത് ഒരു മഹാസൗഭാഗ്യമായി കണക്കാക്കിക്കൊണ്ട് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അനുസ്മര സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടക്കുന്ന ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും പൂർണ്ണത്രയീശ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട പെരുവനം കുട്ടേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രശസ്തി പത്രം വായിക്കുന്നതിന് പ്രിയപ്പെട്ട വേണുവിനെ ക്ഷണിക്കുന്നു. തൃപ്പൂണിത്തുറ രാജകുടുംബാംഗം കൊച്ചപ്പൻ തമ്പുരാൻ സ്മാരക സുവർണമുദ്ര പുരസ്കാര സമർപ്പണ വേളയിൽ ശ്രീ മായന്നൂർ വിജയന് പ്രദാനം ചെയ്യുന്ന പ്രശസ്തി പത്രം. തൃശ്ശൂർ ജില്ലയിൽ കിള്ളിമംഗലം ദേശത്ത് തൊട്ടിക്കൽ വളപ്പിൽ നാരായണൻ്റെയും മണ്ഡലംകുന്നത്ത് പത്മാവതിയുടെയും 5 മക്കളിൽ 4-മനായി 1972 ജനനം. കീഴില്ലം LP സ്കൂൾ, ചേലക്കര മൂലം തിരുനാൾ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പഠനത്തോടൊപ്പം മേളകലയിൽ ആകൃഷ്ടനായ ശ്രീ വിജയൻ പ്രശസ്ത വാദ്യകലാകാരനായിരുന്ന മായന്നൂർ രാമകൃഷ്ണൻ നായർ ആശാൻ്റെ കീഴിൽ തായമ്പക അഭ്യസിച്ച് 1986 നവരാത്രി ദശമി ദിവസം 14-ാം വയസ്സിൽ തൃപ്പല്ലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം, ആറാട്ടുപുഴ പെരുവനം പൂരം, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യമുത്സവം, തൃശ്ശൂർ പൂരം, നെന്മാറ, കൊടുന്തരപ്പള്ളി, എറണാകുളം ശിവക്ഷേത്രം തുടങ്ങി കേരളത്തിലെ വലുതും ചെറുതുമായ ക്ഷേത്രോത്സവങ്ങളിലെ നിറസാന്നിധ്യമായി ശ്രീ വിജയൻ. വാദ്യകലാ കേരളത്തിലെ അഗ്രസേരന്മാരായിരുന്ന തൃപ്പാളൂർ കൊച്ചുകുട്ടപ്പമാരാർ, ചക്കംകുളം അപ്പുമാരാർ, തൃപ്പേക്കുളം അച്യുതമാരാർ, പണ്ടാരത്തിൽ മുരളീധരമാരാർ, കാച്ചാംകുരിശി കണ്ണന്മാരാർ എന്നിവരോടൊപ്പമുള്ള കലാപ്രവർത്തനം ശ്രീ വിജയനെ
ചെണ്ട എന്ന വാദ്യോപകരണത്തിൽ അദ്വിതീയനാക്കി. ഈ കാലഘട്ടത്തിലെ പ്രമാണിമാരായ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ, പെരുവനം സതീശന്മാരാർ, പഴുവിൽ രഘുമാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ, പെരുവനം പ്രകാശന്മാരാർ എന്നിവരോടൊപ്പം മേളങ്ങളിൽ പങ്കെടുത്ത് ആസ്വാദക ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ കലാകാരനായി ശ്രീ വിജയൻ. മേളകലയോടുള്ള ആത്മാർത്ഥതയും വിനയാന്വിതമായ പെരുമാറ്റവും ശ്രീ വിജയനെ മറ്റു കലാകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. അരങ്ങേറ്റ കാലം മുതൽ തന്നെ തൻ്റെ ഗുരുനാഥനോടൊപ്പം തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി മാറിയ ശ്രീ മായന്നൂർ വിജയനെ മേളകലയിലെ നിസ്തുല സംഭാവനകളെ മുൻനിർത്തി വാദ്യകലാകാരന്മാരുടെ പ്രിയ സുഹൃത്തും കൊച്ചി രാജകുടുംബാംഗവുമായ ശ്രീ കൊച്ചപ്പൻ തമ്പുരാൻ എന്ന മഹാപ്രതിഭയുടെ സ്മരണ നിലനിർത്തുന്നതിന് കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ കൊച്ചപ്പൻ തമ്പുരാൻ സ്മാരക സുവർണമുദ്ര പുരസ്കാരം നൽകി ആദരിക്കുന്നു. കുറേ കാലങ്ങളായി നമ്മൾ നടത്തിവരുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട കുട്ടേട്ടൻ്റെ പിറന്നാൾ കൂടിയാണ്. ഈ പിറന്നാളിന് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ ഒരു എളിയ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. ഒരു പൊന്നാട എന്ന രീതിയിലാണ് നമ്മൾ അത് പ്രകടിപ്പിക്കാറ്. പ്രിയപ്പെട്ട പെരുവനം കുട്ടേട്ടന് ഒരു പൊന്നാട ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ വകയായി പ്രിയപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് KP അജയൻ സാർ നൽകുന്നു. ഏറ്റുവാങ്ങുന്നതിന് പ്രിയപ്പെട്ട കുട്ടേട്ടനെയും പൊന്നാട അണിയിക്കുന്നതിന് പ്രിയപ്പെട്ട അജയൻ സാറിനെയും. ഈ പൊന്നാടയുടെ പിന്നിൽ ഒരു വലിയ കലാകാരൻ്റെ മനസ്സുകൂടിയുണ്ട്. പ്രിയപ്പെട്ട RK ദാമോദരൻ സാറ് അദ്ദേഹത്തിന് ഇന്ന് ആശംസകൾ അർപ്പിക്കാനായിട്ട് വന്നിരുന്നു. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. അതുകൂടി പ്രിയപ്പെട്ട കുട്ടേട്ടനെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. RK സാറിൻ്റെ സ്നേഹം കൂടി അദ്ദേഹം പങ്കുവയ്ക്കാനായി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മോട് 2 വാക്ക് പറയുന്നതിന് പ്രിയപ്പെട്ട കുട്ടേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പൂർണ്ണത്രയീശ ശരണം. ഇന്ന് തൃക്കേട്ട പുറപ്പാടാണ്. എല്ലാവരും തിരക്കിലാണ്. കൊച്ചപ്പൻ തമ്പുരാൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു, നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിച്ചു. ഞാനും മുൻ വർഷങ്ങളിലൊക്കെ പലതും ഇവരൊക്കെ പറഞ്ഞത് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നല്ലൊരു മനുഷ്യസ്നേഹി, നല്ലൊരു മനുഷ്യൻ, മനുഷ്യത്വത്തിൻ്റെ ഉടമ, മഹാത്മാവ്, അതായിരുന്നു കൊച്ചപ്പൻ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ നമ്മൾ നടത്തുന്ന അനുസ്മരണം, അതോടൊപ്പം നൽകുന്ന ഈ പുരസ്കാരം എല്ലാം അദ്ദേഹം ചെയ്ത സൽക്കർമ്മത്തിൻ്റെ പുണ്യമാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹവുമായിട്ടുള്ള അടുപ്പവും അദ്ദേഹം ചെയ്ത ആത്മാർത്ഥതയുടെ സമർപ്പണത്തിൻ്റെ പ്രതിഫലനവുമാണ്. ഇന്ന് ആദരിച്ച വിജയൻ നല്ലൊരു കലാകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ചും വിശദമായി ഇവിടെ പറയുകയുണ്ടായി. എൻ്റെ നല്ല ഒരടുത്ത സുഹൃത്ത് സഹപ്രവർത്തകനായ വിജയന് ഈ പുരസ്കാരം ലഭിച്ചതിലും അത് നൽകാൻ ദേവസ്വം ബോർഡ് മെമ്പറോടൊത്ത് അത് അദ്ദേഹത്തിന് സമർപ്പിക്കാൻ സാധിച്ച് സന്തോഷവും അദ്ദേഹത്തിനുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൊച്ചപ്പൻ തമ്പുരാൻ അനുസ്മരണ ചടങ്ങിൽ നമ്മൾ ഓർക്കാറുള്ള പേരുകളാണ് രാജീവ് വർമ്മയും അതുപോലെ താമരക്കുളങ്ങര വിനയനും. എല്ലാ പുണ്യാത്മാക്കൾക്കും നിത്യശാന്തി നൽകാൻ പൂർണ്ണത്രയീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൃക്കേട്ട പുറപ്പാട് അതിഗംഭീരമായി നടക്കാൻ കൊച്ചപ്പേട്ടൻ സമയം വൈകണു വിളക്ക് കത്തിക്കാറായി എന്ന് പറഞ്ഞിട്ടാണ് വേദി വിട്ടിറങ്ങിയത്. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നതും ആശുപത്രി പോയതും ഉടനെ അദ്ദേഹം മരിക്കുകയും ഉണ്ടായത്. അതുകൊണ്ട് നേരത്തെ ഈ ചടങ്ങ് 5 മണിക്ക് മുമ്പ് തന്നെ
അവസാനിപ്പിക്കുകയാണ്. ഇന്ന് മഴക്കാറ് കാരണം ഇരുട്ടായതാണ്. നമുക്ക് എല്ലാവർക്കും, എനിക്ക് പറ്റില്ല, നിങ്ങളെല്ലാവരും പൂർണ്ണത്രയീശൻ്റെ തൃക്കേട്ട പുറപ്പാടിൽ നിറമാലയ്ക്ക് തിരിതെളിയിക്കാനും തൃക്കേട്ട പുറപ്പാട് കാണിക്ക സമർപ്പിക്കാനും ദർശനം നൽകാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കൂടി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട സതീഷ് ചേട്ടനെ 2 വാക്ക് പറയുന്നതിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന, നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന മേളകലയെയും ആചാര്യന്മാരതുപോലെ തന്നെ ക്ഷേത്രകലകളായാലും ശരി, അദ്ദേഹം അതിനോടൊപ്പം നിന്നിരുന്ന മൺമറഞ്ഞ നമ്മുടെ കൊച്ചപ്പൻ തമ്പുരാൻ്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിക്കുകയാണ്. ഈ അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിച്ച ആരാധ്യയ ഉഷാവർമ്മ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ ബോർഡ് മെമ്പർ അജയൻ സാർ, മേളകലാകാരൻ മായന്നൂർ വിജയന് സുവർണ പതക്കം സമ്മാനിച്ച ആരാധ്യനായ പത്മശ്രീ പെരുവനം കുട്ടേട്ടൻ, അതുപോലെ തന്നെ കൊച്ചപ്പൻ തമ്പുരാൻ്റെ കുടുംബാംഗങ്ങൾ, പുരസ്കാര ജേതാവ് മായന്നൂർ വിജയൻ, കൂടാതെ സദസ്സിലെ മേള കലാകാരന്മാരെ, മേള ആസ്വാദകരെ, എല്ലാവർക്കും നമസ്കാരം. കൊച്ചപ്പൻ തമ്പുരാനെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ആരും മറക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം കണ്ടാൽ മതി. അത്രയധികം വ്യക്തിത്വം ഉള്ള ഒരു മഹാനായിരുന്നു അദ്ദേഹം. തൃപ്പൂണിത്തറ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തറ തൃക്കേട്ട ദിവസമാണ്. ഊട്ടുപുരയിൽ അന്ന് കേളത്താരവിന്ദാക്ഷന്മാരെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു തോന്നുന്നു. അദ്ദേഹം ആ ചടങ്ങിന് മുന്നിൽ തന്നെ ഉണ്ട്. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് ആരോഗ്യപരമായി വിഷമം തോന്നുകയും അപ്പം തന്നെ ദേവി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ് ഉണ്ടായത്. നമ്മളെയൊക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു. അത് നമ്മളെല്ലാവരും, എല്ലാ കലാകാരന്മാരും ആസ്വാദകരൊക്കെ വളരെ ഞെട്ടലോടെയാണ് ആ വാർത്ത. നമുക്കത് ഇന്നും താങ്ങാൻ പറ്റുന്നതല്ല. അത്രയധികം മേളത്തെയും മേള കലാകാരൻ ഇന്ന് വേണ്ട ക്ഷേത്രകലകൾ, സംഗീതമായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, കഥകളി ആയിക്കോട്ടെ, ഇവിടെയൊക്കെ വരുന്ന, തൃപ്പൂണിത്തുറയ്ക്ക് വരുന്ന കലാകാരന്മാരൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആചാര്യന്മാരായിരുന്നു. ആ കലയെയും കലാകാരന്മാരെയൊക്കെ എല്ലാവരെയും മനസ്സിൽ സ്നേഹിച്ച് കൊണ്ടു നടന്ന ഒരു മഹാനായിരുന്നു കൊച്ചപ്പൻ തമ്പുരാൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. എനിക്ക് അത്രയധികം അച്ഛനായിട്ടും അമ്മാവനായിട്ടും എല്ലാവരുമായിട്ടും ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിചയപ്പെട്ട ആരെയും അദ്ദേഹം മനസ്സിൽ വിടില്ല. അത്രയധികം സ്നേഹമാണ് കലയും കലാകാരൻ. ആ പാതാരവിന്ദങ്ങളിൽ പ്രണമിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഒരു സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം നമ്മൾ കഴിഞ്ഞ വർഷം അത് കൊടുക്കേണ്ടതാണ്. ഒരു മുടക്കം വന്നതുകൊണ്ട് അത് കഴിഞ്ഞാലും നടന്നില്ല. അതുകൊണ്ട് ഈയൊരു മഹനീയ വേദിയിൽ നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ മായന്നൂർ വിജയനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം മായന്നൂർ വിജയൻ എന്നല്ല, വിജയൻ്റെ ഒപ്പം ഗോപാലകൃഷ്ണനുണ്ട്, സുരേഷുണ്ട്. അവരുടെ ആ ഗുരുനാഥൻ രാമകൃഷ്ണൻ നായരെ ഞാൻ തുടങ്ങുന്ന കാലം തൊട്ട് അദ്ദേഹമായിട്ടുള്ള അടുപ്പാണ്. ഒരു ഗുരുസ്ഥാനിയനെ പോലെ കാണുന്ന മായന്നൂർ രാമകൃഷ്ണൻ നായർ ശിഷ്യന്മാരാണ് അവരൊക്കെ തന്നെ. ആ ഗുരുനാഥൻ്റെ ആ കലാപരമായിട്ടുള്ള എല്ലാ കഴിവും അദ്ദേഹം കൊണ്ടു നടന്ന് ഇവരെ
വളർത്തി വലുതാക്കി, അതുപോലെ തന്നെ പെരുമാറ്റവും നമ്മുടെ പ്രാഗൽഭ്യവുമൊക്കെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പഠിപ്പിച്ച ആ മായന്നൂർ രാമകൃഷ്ണൻ നായരുടെ അരുമ ശിഷ്യനാണ് വിജയൻ. ആ വിജയനൊക്കെ പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കലാകാരൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നൊരു നിമിഷങ്ങളാണിത്. അവർക്ക് ഏറ്റവും വലിയൊരു ഗുണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മിൽ അർപ്പിതമായിട്ടുള്ള കല അത് എവിടെ ആയിക്കോട്ടെ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അത് ആ മനസ്സ് നല്ല പോലെ അർപ്പിച്ച് ആ കല കൊണ്ടു നടക്കുക എന്നുള്ളതാണ് വിജയനായാലും സുരേഷനായാലും ഗോപാലകൃഷ്ണനായാലും ഒക്കെ ഉള്ളത്. അതാണ് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് മേളത്തിന് നമ്മൾ കൊട്ടുമ്പോൾ നമ്മൾ പറയുകയാണ് ഒരു പുതിയ 2 കുട്ടികളെ കൊട്ടിക്കാൻ തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ ഇന്നുള്ള ആൾക്കാരും അത് കൂട്ടാക്കില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ അന്നൊരു കാര്യമാണത്, ഇവർക്ക് ഒരു വിഷമമില്ല ഒന്ന് മാറിക്കൊടുക്കാൻ. കാരണം അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിലുള്ള കല എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ പുതിയ കുട്ടികൾക്ക് ഒരു നേരം ഒന്ന് കൊട്ടണം, കുറച്ച് നേരം കൊട്ടണം തോന്നുമ്പോൾ ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു മാനസിക ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരവസ്ഥ അത് അവരിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ളൊരു കലാകാരനെ നമുക്ക് ആദരിക്കാൻ ഈ അവസരത്തിൽ പറ്റുക എന്നുള്ളത്, അതും കൊച്ചപ്പൻ തമ്പുരാൻ്റെ പേരിലുള്ള പുരസ്കാരം, അത് തീർച്ചയായിട്ടും അർഹിക്കുന്ന കൈകളിൽ തന്നെ നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. പിന്നെ കൊച്ചത്തമ്പുരാനെ പറ്റിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുള്ളപ്പോൾ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഉത്സവത്തിന് മേളം പതികാലം ഇടുമ്പോൾ തന്നെ അദ്ദേഹം ഇപ്പോൾ വേണു പറഞ്ഞു, കാലത്ത് കാപ്പിടിക്കാൻ വരാൻ നിൽക്കില്ല, മേളം തുടങ്ങാറായത് കണ്ട കാപ്പി കൂടി വേണ്ട വെച്ചിട്ട് ആൾ മതുക്കകത്ത് ആനപ്പന്തലിൻ്റെ അവിടെ ഉണ്ടാവും. കുറേ അനുഭവം എനിക്കുണ്ട്. അത്രയും അധികം മേളത്തിൻ്റെ മേളകലാകാരന്മാരെ ഇങ്ങനെ സ്നേഹിച്ചൊരു വ്യക്തിത്വം നമുക്ക് അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധദിനം ഈ ദിവസത്തിൽ കേട്ട ദിവസമാണല്ലോ. അപ്പോൾ വേണു എന്നോട് സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധം ഊട്ടിക്കഴിഞ്ഞ് ആട്ടാണ് പഞ്ചാരി കാലിടുന്നത്. അത് കറക്റ്റാണെന്നാണ് പറയണത്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കോരിത്തിരിച്ചു. അത്രയധികം ആ പൂർണ്ണത്രയീശനോടും മേളത്തിനോടും മേള കലാകാരമുള്ള ആ ഒരു അടുപ്പം നമുക്ക് അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, കണ്ടുപിടിക്കേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൊച്ചപ്പൻ തമ്പുരാൻ്റെ ഈ ഒരു അനുസ്മരണം, ഈ സുവർണ മുദ്ര സമർപ്പണം ഓരോ വർഷവും അതിഗംഭീരമായി അർഹതപ്പെട്ട കലാകാരന്മാർക്ക് കൊടുക്കാൻ കഴിയട്ടെ. അതിനായി വേണ്ടിയിട്ട് ഞാൻ കൊച്ചപ്പൻ തമ്പുരാനോടും തമ്പുരാൻ്റെ ആ സ്മരണയിൽ കുടുംബത്തോടുള്ള ആ ഒരു എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് അവർക്ക് എന്നും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണത്രയീശൻ്റെ തൃക്കേട്ട പുറപ്പാടായി ഇന്ന് നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ല സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അടുത്തതായിട്ട് പറയേണ്ടത് വിജയേട്ടനാണ്, മായന്നൂർ വിജയനാണ്. അദ്ദേഹം ഈ പരിപാടി തുടങ്ങുമ്പോഴേ എന്നോട് പറഞ്ഞു, എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത്, എനിക്ക് പറ്റില്ല, അതുകൊണ്ടത് പപ്പൻ തന്നെ പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ പറഞ്ഞത്. അപ്പോൾ സന്തോഷമായി. പ്രിയപ്പെട്ട വിജയേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന മകൾ വ്യക്തികളെ കൊച്ചപ്പൻ തമ്പുരാൻ പുരസ്കാരം എനിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ആ കുടുംബത്തോടും എൻ്റെ ഗുരുനാഥനോടും പൂർണ്ണത്രയീശനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലളിതമെങ്കിലും പ്രൗഢഗംഭീരമായ ഈ അനുസ്മരണ ചടങ്ങും പുരസ്കാര സമർപ്പണ ചടങ്ങിനും നന്ദി രേഖപ്പെടുത്തുന്നതിന് പ്രിയപ്പെട്ട കൊച്ചപ്പൻ തമ്പുരാൻ അവരുടെ പുത്രനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള വേണു ഗോതമയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തീർത്തും അനൗപചാരികമായൊരു ചടങ്ങാണ് നടത്താറ്. വലിയ ഫോർമാലിറ്റികളിലേക്കൊന്നും നമ്മൾ കടക്കാറില്ല. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പേരെടുത്ത് പറഞ്ഞ് സ്ഥാനം പറഞ്ഞ് ഞാൻ സമയമെടുക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അധ്യക്ഷൻ്റെ അനുമതിയോടെ യോഗ നടപടികൾ അവസാനിച്ചതായി അറിയിക്കുന്നു.